വി ഓൾ നോ ഇറ്റ് അല്ലേ. ഇപ്പോൾ കൂടുതൽ പഠിപ്പും വിദ്യാഭ്യാസം എല്ലാം ഉള്ളൊരു നാട്ടിൽ ഡ്രഗ്സ് കൊണ്ട് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകുന്ന കുട്ടികൾ അല്ലെങ്കിൽ മറ്റേ ക്രൈം റേറ്റ് കൂടുന്നു. മാർക്കൊന്നും സിനിമയല്ല പ്രശ്നം അത് അല്ലേ. നമ്മൾ അതൊരു സിനിമയായിരുന്നു. പക്ഷേ ഡെഫിനറ്റ്ലി ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ഞാനും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദാറ്റ് ഈസ് ഇങ്ങനത്തെ സിനിമകൾ കാരണമാണ്. പക്ഷേ ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് തിങ്. സിനിമയ്ക്ക് അങ്ങനെയൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. സിനിമ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു അവസ്ഥ മാത്രമാണ്. ആക്ച്വലി കേരള സ്റ്റേറ്റിലേക്ക് ഡ്രഗ്സ് എങ്ങനെ വരും, എങ്ങനെ അത് സ്കൂളിലേക്ക് എത്തുന്നു, ആരാണ് കാരിയേഴ്സ്, ഈ ഇത്തരം ചോദ്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടുകൊണ്ടിരുന്നത്. സിനിമയിൽ കണ്ടിട്ടുണ്ട്, പിന്നെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. ഇതേ പ്രോബ്ലം ഇപ്പോഴും നടക്കുകയാണ്. ഇങ്ങനത്തെ പ്രോഗ്രാമിലൂടെ നമുക്കിതൊക്കെ പറയേണ്ടി വരുന്നു. അതാണ് നമ്മുടെ ഇഷ്യൂ. ബട്ട് ഐ റിയലി ഹോപ്പ് ദാറ്റ് ഇന്ന് ഇതൊക്കെ ടാക്കിൾ ചെയ്യുന്ന അതോറിറ്റീസ് ആണെങ്കിലും അതോറിറ്റീസ് സ്കൂൾ ലെവലിലാണെങ്കിലും വീട്ടിലാണെങ്കിലും കുറച്ചും കൂടി കെയർഫുള്ളായിട്ട്. ബിക്കോസ് ഡ്രഗ്സ് ഇസ് വെരി ഡേഞ്ചറസ് തിങ്. എന്ന് വെച്ചാൽ സിനിമാ മേഖലയിലും ഇതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അല്ല, സിനിമ മേഖലയിൽ മാത്രം എന്ന് പറയാൻ പറ്റില്ല. അതായത് സിനിമ എപ്പോഴും പറയുമ്പോൾ എന്താ പറയുക, ഒരു സോഫ്റ്റ് ടാർഗറ്റ് ആണ് പറയുമ്പോൾ. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളെ തന്നെ ലിങ്ക്ഡായിട്ട് വെക്കുമ്പോൾ ആൾക്കാർക്ക് വായിക്കാനും സംസാരിക്കാനും കൂടുതൽ ട്രാക്ഷൻ കിട്ടുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു പബ്ലിക് ഫിഗറിലേക്ക് അത് പോകുമ്പോൾ ഉണ്ടാകുന്നത്. more than 30,000 കേസസ് വരുമ്പോൾ ചിലപ്പോൾ 9 കേസായിരിക്കും ഈ പറയുന്ന വളരെ പോപ്പുലറായ ആൾക്കാർ ഇൻവോൾവ് ആകും. പക്ഷേ ഇവിടെ 25,000 എക്സ്ട്രാ. ഒന്നും എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. ന്യൂസ് വാല്യൂ മേ ബി ഐ തിങ്ക് സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ആക്രമിക്കപ്പെട്ട നടിമാരൊക്കെ തുറന്നു പറഞ്ഞു വരുന്ന ഒരു സാഹചര്യം കൂടി അതിനെങ്ങനെയാണ് ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു? ഞാൻ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ആ ഇഷ്യൂ വേറെ, ഈ ഇഷ്യൂ വേറെ. അത് ഐ തിങ്ക് പേഴ്സണൽ ഇഷ്യൂസാണ്. നമ്മൾ പറയുന്ന ഒരു ജനകീയമായ പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. റൈറ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഈ ലാസ്റ്റ് മെൻ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒറ്റയ്ക്ക് ബാറ്റ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ടൂർണമെൻറ്റിലായിട്ട് തന്നെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം. ഇന്നത്തെ കളിയിൽ ലാസ്റ്റ് മെൻ കളിച്ച റണ്ണാണ് നമ്മുടെ ടീമിനെ കുറച്ച് പ്രസിദ്ധരാക്കിയത്. ബട്ട് വെരി ഹാപ്പി. The next is match number 2 of day 1. Fox Fighters takes on Gorilla Gliders. The toss was done a little while ago. The toss won by Gorilla Gliders and they elected to field first. കുട്ടികൾക്ക് സെപ്പറേറ്റ് റൂമൊക്കെ പറയുന്നത്. ഐ തിങ്ക് today's time അതും ഉണ്ടാവാൻ പാടില്ല. ലോട്ട് ഓഫ് ട്രാൻസ്പെറൻസി. പണ്ടത്തെ പോലെ തന്നെ Stage is set for the match number 2 of the day 1. A remarkable day in the celebrated cricket fraternity. It is Gorilla Gliders taking on Fox Fighters. Gorilla Gliders have won the toss, elected to field first.